ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വിവേക് മയ്യ. അപ്പോൾ നമ്മൾ ഈ വീട് മുമ്പ് ഇട്ടിരുന്നു, അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് നമ്മൾ ഇട്ടിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 5-6 മാസമായി, അതായത് നമ്മൾ കൊറോണയും പ്രശ്നങ്ങളും കാരണം നമ്മൾ വീട് പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഹരിപ്രസാദ്, ഈ വീടിൻ്റെ എൻജിനീയറാണ്. ഇദ്ദേഹവും നിങ്ങൾക്ക് പരിചിതമാണ്, മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹം അന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു, എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇൻ്റർലോക്ക് ബ്രിക്ക് വെച്ചിട്ടുള്ള വീട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് കാസർഗോഡുള്ള മുള്ളേരിയ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു 80 സെൻറ്റ് റബ്ബറിൻ്റെ പ്ലോട്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഒരു 3 സെൻറ്റ് സ്ഥലത്തോളം നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷമാണ് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. അത് കൂടാതെ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒരു 4 മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു തുടങ്ങിയത്. പക്ഷേ നമുക്ക് ഈ കൊറോണ കൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പണിക്കാരെ അവൈലബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിച്ചുകൊണ്ട് നമുക്ക് കൃത്യസമയത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ മെയിൻ കാരണം ഇതാണ്, കൊറോണ വന്നതുകൊണ്ടാണ്. സാധാരണ കേസിൽ നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ വീടുകളും ഫിനിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല തണുപ്പാണ്. അപ്പോൾ 1350 സ്ക്വയർ ഫീറ്റിലൊരു വീടാണിത്. ഇവിടെ മുൻവശത്ത് മാത്രം മരത്തിൻ്റെ ഫ്രെയിംസ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മരത്തിൻ്റെ തന്നെ വിൻഡോ ഡോർസും മെയിൻ ഡോറും ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഇരിക്കാനുള്ള സിറ്റിംഗ് ഏരിയ, അതായത് ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് കൊണ്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സൺഷെയ്ഡായിട്ട് വരുന്നത് ഓടാണ്. ഈ ഓട് എന്ന് വെച്ചാൽ പഴയ ഓടുകൾ, അതായത് സെക്കൻഡ് ഹാൻഡ് ഓടുകളാണ് ഇവിടെ പ്രസ് വർക്ക് ചെയ്ത് അതിന് മുകളിൽ പാകിയിട്ടാണുള്ളത്. പിന്നെ അതിന് പെയിൻറ്റും കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്ലാബ് 3 ഫീറ്റ് പുറത്തേക്ക് തള്ളിയിട്ടാണുള്ളത്. ഈ ഒരു നിലയിൽ നമുക്ക് സൺഷെയ്ഡിൻ്റെ ആവശ്യമില്ല, പക്ഷേ സൺഷെയ്ഡ് കൊടുക്കുന്നത് കുറച്ചുകൂടി ഭംഗി തരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈഡുകളിലും ഇതുപോലെ സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അതായത് പ്രസ് വർക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ ഓട് പാകിയാണ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്സ് 8 ഇഞ്ച് ബ്രിക്കാണ്, അതായത് 8 ഇഞ്ച് കനത്തിലുള്ള ബ്രിക്സാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും മുകളിൽ എടുക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിന് ലോഡ് ബെയറിംഗ് വാളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 8 ഇഞ്ച് കനത്തിലുള്ള ബ്രിക്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട് ഏരിയ സിറ്റ് ഔട്ട് 2 പില്ലർ കൊടുത്ത് അതിനൊരു ബീമും കൊടുത്ത് ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു ബീമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു ആസ്തറ്റിക് വ്യൂവിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ LED ബൾബുകളും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റു വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഭംഗി തരുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഏകദേശം 40,000 രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത്. ഇവിടെ ഗ്ലാസ് വെച്ച് കൊടുത്തത് കാരണം നമുക്ക് വീടിനകത്ത് കൂടുതൽ വെളിച്ചവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്ററിങ് ഇല്ലാത്ത സർഫേസാണ്. ഇവിടെ എവിടെയും പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല. ഈ ബോർഡറുകൾ ഒഴിച്ച് ജസ്റ്റ് ക്ലിയർ കൊടുത്തിട്ടാണ് ഉള്ളത്. ഇവിടെ ഫിനിഷിങ് നമുക്ക് അകത്തിന് ലിവിങ് ഏരിയയിലേക്ക് കിടക്കാം. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ. ഈ ലിവിങ് ഏരിയ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 20x13 ഫീറ്റാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ സൈസ് വരുന്നുള്ളത്. ഏകദേശം നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ ആണ്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ ഈ ഒരു കളർ ടൈപ്പ് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കുന്നത് മൂലം നമുക്ക് കൂടുതൽ വെളിച്ചം അകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്, അതായത് ഉള്ളിൽ പെബിൾസ് വിതറിയിട്ട് അതിന് മുകളിൽ 3/4 ഇഞ്ച് ഗ്ലാസും അതുപോലെ തന്നെ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു അട്രാക്ഷൻ ആയിട്ടാണ് ഇവിടെ തോന്നുന്നത്. അതുപോലെ തന്നെ നല്ല ഗ്ലോസി തിളക്കമുള്ള ടൈൽസാണ് ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ റൈറ്റ് സൈഡായിട്ട് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ
ഈ ബെഡ്റൂമിൻ്റെ സൈസ് പറയുന്നത് ഒരു 12x11 ഫീറ്റാണ്. ഏകദേശം എല്ലാ ചുമരും ഒരേ കളറിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഗ്രേ ഫിനിഷിങ്ങുള്ള ഒരു പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ട് ഏരിയയിലുള്ള വിൻഡോകൾ മരം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലുള്ളത് ഫാബ്രിക്കേഷനും ഗ്രില്ലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഈ റൂമിന് പുറത്തായിട്ട് ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 ബെഡ്റൂമാണ് ഈ വീടിനകത്തുള്ളത്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ഇതുപോലൊരു സെയിം സൈസുള്ള ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 14 ലൈൻസ് കല്ല് കെട്ടിയതിന് ശേഷം ലിൻഡിൽ വാർത്തിട്ട് അതിൽ വയറിങ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള 5 ലൈൻ കല്ല് നമുക്ക് മഡ് ബ്ലോക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നെ ലിൻഡിൽ വാർക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ലിൻഡിൽ വാർത്തത്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ലിൻഡിലിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ രണ്ടാമത്തെ കേസ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ കൂടി ലിൻഡിൽ കൂടി ഇതിൻ്റെ പൈപ്പൊക്കെ കൊണ്ടതിന് ശേഷം നേരെ താഴോട്ട് ഇറക്കിയാണ്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ രണ്ടാമത് ഒരു കോട്ട് പുട്ടി അടിച്ച് ഫിനിഷ് ചെയ്തതിന് 2 കോട്ട് പുട്ടി അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ബ്രിക്കിൻ്റെ തന്നെ ഫീലിംഗ് വരും. നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ലിൻഡലിൻ്റെ മുകളിലേക്ക് നല്ലതായിട്ട് 2 കോട്ട് പ്ലാസ്റ്ററിങ് ചെയ്തു. ആ 2 കോട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കോട്ട് ചെയ്തത്. ഓൾറെഡി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് കനം കുറച്ചിട്ടാണ് നമ്മൾ ലിൻഡിൽ വാർക്കുമ്പോൾ വാർത്തത്. അപ്പോൾ അത് ആ 1 ഇഞ്ച് നമ്മൾ ആദ്യം കവർ ചെയ്തതിന് ശേഷം വീണ്ടും 1 ഇഞ്ച് കനം കയറ്റിയിട്ടാണ് ഇപ്പോൾ ലിൻഡിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് പുട്ടി അടിച്ച് ഫിനിഷ് ചെയ്തു. ശരിക്കും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പുട്ടി അടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി ഇത് ചെയ്താൽ മതി. പുട്ടി അടിക്കാതെ തന്നെ പെയിൻ്റ് അടിച്ച് ചെയ്താൽ മതി. കൂടാതെ ഇവിടെ ഞാൻ ചെയ്ത എല്ലാ ബ്രിക്കിൻ്റെ മുകളിലേക്കും പുട്ടി അടിച്ച് 1 കോട്ട് പുട്ടി അടിച്ചതിന് ശേഷം പിന്നെ ആണ് ഫിനിഷിങ് അവസാന കോട്ടിൽ പെയിൻറ്റ് കൊടുത്തത്. ഇവിടെ റൈറ്റ് സൈഡ് ഡൈനിങ് ടേബിൾ വെച്ചിട്ടുള്ളതിൻ്റെ റൈറ്റ് സൈഡ് അടുത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കിച്ചൺ സാധാരണ രീതിയിൽ നമ്മൾ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടാണ് റാക്സൊക്കെ ചെയ്തിട്ടുള്ളത്. 12x11 വലിപ്പത്തിലുള്ള കിച്ചണാണിത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ ജസ്റ്റ് ഗ്യാസ് സ്റ്റവ് മാത്രമാണ് അകത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. റാക്സൊക്കെ ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഗ്രേ കളർ, അതായത് നമ്മുടെ പെയിൻറ്റിന് അനുയോജ്യമായിട്ടുള്ള അതേ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്ന് പുറത്തോട്ട് വന്നാൽ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയും ഒരു ബാത്റൂമും ടോയ്ലറ്റും അറ്റാച്ച്ഡ്. വർക്ക് ഏരിയയിൽ 4 ഫീറ്റ് ഹൈറ്റിൻ്റെ ചുമരും അതിന് മുകളിൽ ഗ്രിൽസുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നാൽ ഒരു സ്റ്റെയർ കേസ്, അതായത് ഭാവിയിൽ മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. തായിൽ 3 ബെഡ്റൂം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫാമിലി കഴിയാനുള്ള ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഭാവിയിൽ മുകളിൽ അത്യാവശ്യമെങ്കിൽ മാത്രമായിട്ട് ഒരു ഫാമിലിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീടും കൂടി വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യത്തിൽ ആണുള്ളത്. അതും പുറത്തേക്ക് കൂടി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സ്പേസ് നമ്മൾ സെപ്പറേറ്റ് വെച്ചാൽ വീടിൻ്റെ പണി CC ചെയ്യുമ്പോൾ തന്നെ ഈ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാണ്. കാരണം നമുക്കിതൊരു ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇതൊരു 4 ഫീറ്റ് നീളവും 1.5 ഫീറ്റ് വീതിയിൽ ഒരു 3/4 ഫീറ്റ് കുഴി CC ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ടൈൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പെബിൾസ് നിരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇലക്ട്രിക് പോയിൻറ്റും കൂടി കൊടുത്ത് ചുറ്റിലേക്കും ഒരു ലൈറ്റ് പോയിൻറ്റും കൂടി കൊടുത്ത്
പിന്നെ മുകളിലേക്ക് ടഫൻ ഗ്ലാസ് വിരിച്ചതിന് ശേഷം അതിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ബോഡി ടൈൽ 4 ഇഞ്ച് കനത്തിൽ ഫുൾ ബോഡി ടൈൽ ഇട്ടതിന് ശേഷം ഈ ഗ്ലാസ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സൈഡിൽ സ്കേർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന ടൈൽ പീസ് കുറച്ചും കൂടി പുറമേലേക്ക് തള്ളി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഗ്ലാസ് ഇട്ടതാണ്. ഇനി കുറച്ച് വിശേഷങ്ങൾ നോക്കാം ഇതിൻ്റെ ഫിനിഷിങ്ങിനെ പറ്റി. അതായത് നമ്മൾ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് സംശയങ്ങളാണ്. ഇവിടെ ഫിനിഷിങ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ നമ്മൾ പിന്നെ സാധാ ബ്രിക്ക് ലേ ചെയ്തതിന് ശേഷം അതിന് പുറമെ ഇനാമൽ പെയിൻറ്റ്, അതായത് എക്സ്റ്റീരിയർ എമൽഷൻ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് ബ്രിക്കിൻ്റെ അതേ കളറുള്ളത്. അതിന് പുറത്ത് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിയർ എന്ന് പറയുന്നത് നമുക്ക് ഡാംപ്നെസ് വരാതെയും അതുപോലെ തന്നെ ഈർപ്പ് അടിക്കാണ്ടിരിക്കാനും ഒരു ലാമിനേഷൻ കോട്ട് പോലെയാണ് ഇതുള്ളത്. അതിൻ്റെ ഒരു തിളക്കം വേറെ തന്നെയാണ്, ഞാൻ അത് കാണിച്ചു തരാം. ഇതുപോലെ നല്ല ഷൈനിങ്ങും ഒരു ഗ്ലോസി ഫിനിഷിങ്ങുമാണ് ഈ ക്ലിയർ കൊടുക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഈ വിൻഡോന് ചുറ്റുമായിട്ട് ഒരു 4 ഇഞ്ച് കനത്തിൽ ഇതുപോലെ തേപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർണറും നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു പില്ലർ പോലെ, അതായത് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ബ്രിക്സ് കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ട് ഒരു പില്ലർ പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും, പക്ഷേ ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. ഇത് മുകളത്തെ റൂഫിനൊന്നും കണക്റ്റഡ് അല്ല. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നൊരു സംശയം, ഇവിടെ പില്ലർ കൊടുക്കേണ്ടതായിട്ടുണ്ടോയെന്ന്. പില്ലറിൻ്റെ സ്ട്രക്ചർ അല്ല, ഇത് ജസ്റ്റ് ലോഡ് ബെയറിംഗ് വാൾസാണ്. നമുക്ക് ഈ വീടിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 21 ലക്ഷം രൂപ വീടിന് മാത്രമായിട്ട് ചിലവായി. ബാക്കി എക്സ്ട്രാ കുറച്ച് പുറമേ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതിന് കുറച്ച് എക്സ്ട്രാ പൈസയും കൂടി ചിലവായി. ടോട്ടൽ ഏകദേശം 1500-ന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1500 സ്ക്വയർ ഫീറ്റാണ്. ഇതിൽ ബിൽഡപ്പ് ഏരിയയിൽ നമ്മുടെ വരാന്ത ആഡ് ചെയ്തു, അതുപോലെ വർക്ക് ഏരിയ. ആദ്യത്തെ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ നമുക്ക് വരാന്ത എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ഒരു വർക്ക് ഏരിയയും അതുകൂടാതെ നമുക്കൊരു ടോയ്ലറ്റും എക്സ്ട്രായിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് രണ്ടാമത് ചേർന്നതുകൊണ്ട് അപ്പോൾ സ്ക്വയർ ഫീറ്റിൽ ഏകദേശം ആദ്യം പ്ലാൻ ചെയ്തത് 1300 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. പിന്നെ ഒരു 200 സ്ക്വയർ ഫീറ്റ് കൂടി അങ്ങനെ ടോട്ടൽ 1500 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ. കൂടാതെ ഈ വീടിന് ടോട്ടൽ 21 ലക്ഷം രൂപ ഈ വീടിന് മാത്രമായിട്ട് ചിലവായി. കൂടാതെ ചില കോസ്റ്റുകൾ പുറമേ സൈഡിലേക്ക് കുറച്ചുകൂടി കോസ്റ്റുകൾ ചിലവായെങ്കിലും ടോട്ടൽ വീടിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 21 ലക്ഷമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ വീട് ഏകദേശം ഒരു 8 മാസമായി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. നമ്മളെ കൊറോണ കാരണമാണ് ഇങ്ങനെ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീടുകൾ നമ്മുടെ കൺസ്ട്രക്ഷനിലുണ്ട്. ഇതാണിപ്പോൾ റീസെൻ്റ്ലി ഫിനിഷ് ആയിട്ടുള്ളത്. ഇത് കാസർഗോഡ് ഭാഗത്തുള്ള വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളോ ഇതുപോലെ വീട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഹരിപ്രസാദും വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വില്ലിംഗ് ആണ്. ഇപ്പോൾ കറൻ്റ് നമ്മൾ ചെയ്യുന്നത് മംഗലാപുരം, കണ്ണൂരും, കാസർഗോഡ് ഭാഗത്താണ്. ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും വന്ന് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് നിന്നൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വീടുകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഹരിപ്രസാദിനും വിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.